ആരുടെ പ്രതികരണം? പാകിസ്ഥാന്റെ. ആരുടെ പ്രതികരണം? സർ, പാകിസ്ഥാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ആരുടെ പ്രതികരണം ചോദിക്കുന്നത്? പാകിസ്ഥാൻ. ശ്രീ കെ പി ഫാബിയൻ, അങ്ങേക്ക് കേൾക്കാമെന്ന് കരുതുന്നു. പാകിസ്ഥാന്റെ പ്രതികരണം എന്തായിരിക്കും? പാകിസ്ഥാന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അതിനേക്കാൾ ഉപരിയായി പാകിസ്ഥാൻ ആർമി ചീഫും പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകും അവര് ചൂസ് ചെയ്യുന്ന സമയത്ത്. അത് മിക്കവാറും അവരൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ നോക്കും. പക്ഷെ അത് ജയിക്കുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇന്ത്യൻ ആർമി ഫോഴ്സസ് വളരെ അലേർട്ടിലാണ്. അതായിരിക്കും പാകിസ്ഥാൻ പ്രതികരണം. അല്ലാതെ ഒരു യുദ്ധം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാനാണ് ഇതിലെ വീക്കർ ഫോഴ്സ്. അപ്പോൾ ഒരു യുദ്ധം തുടങ്ങിയാൽ ഇന്ത്യയുടെ മിലിറ്ററി സുപ്പീരിയോറിറ്റി 1-2 ദിവസത്തിനകം തന്നെ വളരെ എവിഡന്റ് ആവും. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു യുദ്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, സംശയിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ഒരു യുദ്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ഒരു സീരീസ് ഓഫ് സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ ഇന്ത്യ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ സീസ്ഫയർ വയലേഷൻസ് ഇനിയും തുടരുവാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാകിസ്ഥാൻ ചെയ്യുവാണെങ്കിൽ ഇന്ത്യ അതിന് തക്കതായ മറുപടി കൊടുക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അവര് ആഗ്രഹിക്കാതെ തന്നെ ഒരു വാറിലേക്ക് സ്റ്റംബിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഫാബിയൻ സർ, ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം പാകിസ്ഥാന്റെ ദേശീയ അസംബ്ലി ചേരുകയുണ്ടായി, പ്രധാനമന്ത്രി പ്രതികരിക്കുകയുണ്ടായി അവിടുത്തെ. എന്ന് മാത്രമല്ല, സൈന്യത്തിന് തിരിച്ചടിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകിയെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യയുടെ 5 ഫൈറ്റർ വിമാനങ്ങൾ അവിടെ വെടിവെച്ചിട്ടു എന്ന് പറയുന്നു. ഒരു ഡ്രോൺ ആക്രമിച്ച് നിലത്തിട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളാണോ? ഇതിന്റെ നിജസ്ഥിതി നമുക്ക് അറിയാൻ കഴിയുമോ? കൂടാതെ അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും സൈന്യം തിരിച്ചടിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകി കഴിഞ്ഞിരിക്കുന്നുവെന്ന് പാക് പ്രധാനമന്ത്രി തന്നെ പറയുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം പ്രത്യേകം പരിശോധിക്കേണ്ടതാണോ? എന്റെ അഭിപ്രായത്തിൽ പഹൽഗാമിന്റെ പിന്നിൽ പാകിസ്ഥാൻ ആർമി ചീഫായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അദ്ദേഹം ISIയുടെ ചീഫായിരുന്നല്ലോ ആർമി ചീഫ് ആവുന്നതിന് മുമ്പ്. അത് തന്നെയല്ല, അദ്ദേഹം അതിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അദ്ദേഹം ട്വീറ്റിൽ എക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22 ഏപ്രിലും കുറെ ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ബലൂചിസ്ഥാനിലും ഉണ്ടായ ട്രെയിൻ റെയ്ഡ് ഇന്ത്യയാണ് അതിന്റെ പിന്നില്. ഒന്ന്. രണ്ടാമത്, ഇന്ത്യക്ക് തക്കതായ മറുപടി കൊടുക്കും. മൂന്നാമത്, കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ ജഗുലർ വെയിൻ ആണ്. അപ്പോ അദ്ദേഹം ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹമാണ് ഇതിനുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ട് അദ്ദേഹമാണ് ഇതിന്റെ നിശ്ചയം ചെയ്യുക. തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ അവസ്ഥ ഒത്തിരി വീക്കാണ്. കാരണം പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിൽ ഒക്കെ ഒരുപാട് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആർമിക്ക് അത് തടയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വീക്കായിട്ടുള്ള ലീഡർഷിപ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു തിരിച്ചടി, ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. ഇപ്പോ ഉറിക്ക് ശേഷമായാലും പുൽവാമയ്ക്ക് ശേഷമായാലും ഇതുപോലെ തന്നെയുള്ള തിരിച്ചടികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അപ്പോഴും അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോയില്ല. അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടായി. പാകിസ്ഥാൻ പിൻവാങ്ങുന്നതും നാം കാണുകയുണ്ടായി. അപ്പോൾ ഇവിടെ പഹൽഗാം സംഭവിച്ചു. അവിടെ ഇപ്പോൾ 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യ തിരിച്ചടിച്ചു. പൂഞ്ചിലും കുപ്വാരയിലും ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്, ഷെല്ലാക്രമണം നടക്കുന്നുണ്ട്, സാധാരണക്കാർ മരിച്ചു വീഴുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ പോകില്ല എന്ന് തന്നെയാണോ കരുതേണ്ടത്? അതായത് 2016-ലും 2019-ലും ഇന്ത്യ തിരിച്ചടിച്ചതിന് ശേഷം പഹൽഗാമിലുള്ള തിരിച്ചടിയിലും 2016-ലും 2019-ലും കണ്ട അത്രയും മാത്രമേ പാകിസ്ഥാൻ പോകൂ എന്ന് കരുതാമോ ഇല്ലയോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ ലീഡർഷിപ്പ് വളരെ ഇൻസെക്യൂർ ആണ്. അവിടുത്തെ സിവിലിയൻ ലീഡർഷിപ്പും അതിനേക്കാൾ ഉപരിയായിട്ട് അവിടുത്തെ മിലിറ്ററി ലീഡർഷിപ്പും വളരെ ഇൻസെക്യൂർ ആണ്. അപ്പോൾ ഒരു ഇൻസെക്യൂർ ലീഡർഷിപ്പ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അവര് റാഷണലായിട്ട് എപ്പോഴും ചിന്തിച്ചെന്ന് വരില്ല. പക്ഷെ നമ്മൾ ജാഗ്രതയിൽ ഇരിക്കണം.